സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 30, 24 മുതൽ 28 വരെ. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വേദഭാഗത്ത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് ബലഹീനമായ 4 ജീവികളെക്കുറിച്ച് പ്രസ്താവിക്കുകയാണ്. വെറുതെ ഈ 4 ജീവികളെക്കുറിച്ച് പഠിക്കാനല്ല, പ്രത്യുത ഇതിൽ നിന്നും നാം ചില ഗുണപാഠങ്ങൾ മാതൃകയാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ശലോമോൻ രാജാവിലൂടെ ഈ തിരുവചനങ്ങൾ നമുക്ക് നൽകുവാനിടയായത്. ഒന്നാമതായി ഉറുമ്പിനെക്കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. വളരെ ബലഹീനയായ ഒരു ജീവി, എന്നാൽ അതിനെ നോക്കി പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. എത്ര ഉത്സാഹത്തോടെയാണ് അത് ഓടി നടന്ന് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നത്. അതിനറിയാം മഴക്കാലത്ത് അതിന് സാധ്യമല്ല എന്ന്. അഥവാ ആഹാരം സമ്പാദിക്കുക എന്നുള്ളത് മഴക്കാലത്ത് ഉറുമ്പിന് തടസ്സമുണ്ട്. അതുകൊണ്ട് വേനൽക്കാലത്ത് ഉറുമ്പ് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. അടുത്തതായി ഒരു ബലഹീന ജന്തുവിനെക്കുറിച്ച് പറയുകയാണ്, കുഴിമുയൽ. അതിനെ ശക്തിയില്ലാത്ത ജാതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. അത് ജ്ഞാനത്താലാണ് അങ്ങനെ ചെയ്യുന്നത്. മൂന്നാമതായി ഒരു പക്ഷിയെക്കുറിച്ച് പറയുകയാണ്, വെട്ടുക്കിളി. അതിന് രാജാവില്ല, പക്ഷേ അത് കൂട്ടത്തോടെ അണിയണിയായി സഞ്ചരിക്കുകയാണ്. അവസാനമായി ഇവിടെ പറയുകയാണ് പല്ലിയെക്കുറിച്ച്. അതിനെ മനുഷ്യന് കൈകൊണ്ട് പിടിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ സഞ്ചാരപഥം. പക്ഷേ രാജാക്കന്മാരുടെ അരമനകളിൽ പോലും അത് പാർക്കുന്നു നിർഭയം. ഈ 4 ജീവികളിലൂടെ ദൈവം മനുഷ്യന് നൽകുന്ന 4 സന്ദേശം ഉറുമ്പിനെ പോലെ ഏതു കാലത്തും ഉത്സാഹികളായിരിക്കണമെന്നാണ്. അതുപോലെ കുഴിമുയലിനെ പോലെ ജ്ഞാനികളായിരിക്കണമെന്നാണ്. വെട്ടുകിളിയെപ്പോലെ ഐക്യത അഥവാ അനുരഞ്ജനം. അവസാനമായി നിർഭയം രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും വസിക്കുന്ന പല്ലിയെപ്പോലെ നിർഭയം വസിക്കണമെന്നാണ്. പലപ്പോഴും നാം പല വിഷയങ്ങളെ ചൊല്ലി ഭയപ്പെടുന്നവരാണ്. അതെ, പല്ലി നമ്മളെ ഓർപ്പിക്കുന്നത് നിർഭയവാസത്തെക്കുറിച്ചാണ്. പല്ലിക്ക് രാജാവിനെയും പേടിയില്ല എന്നുള്ളതാണ്.
രാജാക്കന്മാരുടെ അരമനകളിലും അത് പാർക്കും. മനുഷ്യൻ ഇന്ന് പലതിനെയും ഭയപ്പെടുകയാണ്. എന്നാൽ നാം ഭയപ്പെടേണ്ടത് സർവശക്തനായ ദൈവത്തെയാണ്. ദൈവത്തെ നാം ഭയപ്പെട്ടാൽ നമുക്ക് മറ്റൊന്നും ഭയപ്പെടാനില്ല. ദൈവം കരുതിക്കൊള്ളും, ദൈവം കാത്തുകൊള്ളും, ദൈവം സംരക്ഷിക്കും, ദൈവം നടത്തും. ഈ വിശ്വാസവും പ്രത്യാശയും ഉള്ളവർ ഏത് സാഹചര്യങ്ങളെയും നേരിടുവാൻ അവർ ഒരുക്കപ്പെട്ടവരാണ്. അത് ഈ 4 ജീവികളിൽ നിന്ന് നമുക്കും പഠിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദം, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും താതൻ, കൂടെയുള്ളതെന്നാശ്വാസം. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദം,